ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെയാണ് ഹരിയുടെയും നിത്യയുടെയും വിവാഹം. കല്യാണം കഴിയുന്നതുവരെ സുജാതയ്ക്ക് വല്ലാത്ത ടെൻഷൻ തന്നെയാണ്. എല്ലാം റെഡിയായോ എന്ന് ഒന്നുകൂടി വിളിച്ച് ഉറപ്പുവരുത്തുകയാണ് സുജാത. സുജാതയുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നിത്യയും ശരവണനും. അമ്മയെ വലിയ രീതിയിലല്ലോ കല്യാണം നടത്തുന്നത്, പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ എന്നൊക്കെ സുജാതയോട് നിത്യ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട്, മുറ്റത്ത് വലിയ രീതിയിൽ പന്തലൊന്നുമില്ല, പിന്നെ ചെറിയ രീതിയിലാണ് കല്യാണം. എന്നാലും എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഏറ്റവും വലിയ രീതിയിൽ തന്നെ നടത്തുന്നു എന്ന് തന്നെയാണ്. മോളെ, ഇത് വെറും ഒരു കല്യാണമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രായച്ചിത്തമാണ്. അമ്മ ഒരിക്കൽ നിന്റെ ജീവിതം തട്ടിപ്പറിച്ചതിനുള്ള പ്രായച്ചിത്തം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വലുതാക്കി കളയല്ലേ അമ്മേ. അമ്മ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും കഷ്ടപ്പെടുകയാണല്ലോ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അമ്മയുടെ പേരായിരിക്കും, അമ്മയുടെ മരുമകളായി വന്ന കാര്യമായിരിക്കും. എനിക്ക് നിത്യ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ശരവണൻ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശരവണൻ പറയുന്നുണ്ട്, എവിടെ നോക്കിയാലും അമ്മായിയമ്മ മരുമകളെ കൊല്ലുന്നത് പോലത്തെയുള്ള ദേഷ്യത്തിൽ ആണ് ഇരിക്കുന്നത്. അവരൊക്കെ ഇവിടെ വന്ന് നിങ്ങളെ കാണണം, അപ്പോ അറിയാം അമ്മായിയമ്മ മരുമകൾ എത്രത്തോളം സ്നേഹമുള്ള ഒരു ബന്ധമാണെന്ന്. ഇരിക്കേട്ട് നിത്യയും സുജാതയും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനുവിന്റെ വീട്ടിൽ. ജ്യോതി വിവാഹത്തിന് പോണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അവിടേക്ക് ആദി വന്നു. മോൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദി പറയുന്നു, നിത്യാമ്മയുടെ കല്യാണത്തിന് പോകുമ്പോ എന്നെയും കൊണ്ടുപോവില്ലേ? എനിക്ക് കല്യാണം കാണണം. ഞാൻ അവിടെ ചെന്ന ഒരു ബഹളം ഉണ്ടാക്കില്ല, കരയില്ല, ബഹളം വെക്കില്ല. ജ്യോതി വിളിച്ചാൽ നിമിഷം ഞാൻ കൂടെ പൊയ്ക്കോളാം, എന്നെയും കൊണ്ടുപോവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് ജ്യോതി പറയുമ്പോൾ ആദി പറയുന്നുണ്ട്, മനു അല്ല, അച്ഛൻ വിളിക്കുമ്പോ ഞാൻ പറയാം പോണോന്ന്. എനിക്കും കല്യാണിക്കും വലിയ ആഗ്രഹമായിരുന്നു നിത്യാമ്മയുടെ കല്യാണത്തിന് ഒരുമിച്ച് നിൽക്കണോന്ന്. ഒന്ന് ചോദിക്കൂ ജ്യോതി, എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അച്ഛനോടും അമ്മയോടും ചോദിക്കട്ടെ എന്ന് ജ്യോതി പറയുന്നുണ്ട്. അമ്മൂമ്മയോട് ഞാൻ ചോദിക്കാം, അമ്മൂമ്മയല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് ആദി പറയുമ്പോൾ ആദിയെ അരികിലിരുത്തി സ്നേഹത്തോടെ ആദിയോട് സംസാരിക്കുകയാണ് ജ്യോതി. അമ്മൂമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്ന് മോനാരോടും പറയരുത് കേട്ടോ, കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമാകും. ഇവിടുത്തെ വിശേഷങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നല്ല സ്നേഹമാണ്. ജ്യോതിക്കും മോനിക്കും ഒക്കെ ഇവിടെ വലിയ സന്തോഷമാണെന്നേ പറയാവൂ. അമ്മേനെ കൊണ്ടുപോവോ എന്ന് വീണ്ടും ആദി ചോദിക്കുന്നു. കൊണ്ടുപോകാം, നാളെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് ജ്യോതി. താങ്ക് യു ജ്യോതി, ജ്യോതിയോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് ജ്യോതിയെ കെട്ടിപ്പിടിക്കുകയാണ് ആദി. അമ്മയ്ക്ക് അറിയാം മോനെ ഒരുപാട് സങ്കടങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന്. മനു വരട്ടെ, മോന്റെ എല്ലാ സങ്കടങ്ങളും മനു മാറ്റിത്തരും. നാളെ നമുക്ക് നേരത്തെ പോകാമെന്ന് ജ്യോതി. താങ്ക്സ് ജ്യോതി എന്ന് പറയുന്നുണ്ട്. കല്യാണത്തിന്റെ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ആദി, എന്നാൽ ടെൻഷനിൽ ജ്യോതിയും. കാരണം അമ്മയമ്മ വിടുമോ എന്ന് അറിയില്ല. തുടർന്ന് സുജാതയും രഘുവും നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സമയം സുജാതയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു അത്. ശരി, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് സുജാത ഫോൺ വെച്ചു. രഘുവിനെ വിളിച്ചുണർത്തി. ഫോണിലൊരു കോള് വന്നു എന്ന് പറയുന്നുണ്ട്. ആരെ വിളിച്ചതെന്ന് പറയുന്നു. അവൾ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്കാനാ പറഞ്ഞത്. ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല, നമുക്ക് പുറത്തേക്ക് പോയി നോക്കാമെന്ന് രഘു. അങ്ങനെ അവർ രണ്ടുപേരും ആ ന്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഹാളിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ശരവണനും അവിടെ എത്തി. എന്താ അമ്മ എന്ന് ചോദിക്കുന്നു. സബ് ജയിലിൽ നിന്നും റിമാൻഡ് പ്രതിയെ രക്ഷപ്പെട്ടതായി സൂചന. രക്ഷപ്പെട്ട പ്രതി ആരാണെന്ന് ഇതുവരെ അധികൃതർ പറഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഒരു വാർത്തയായിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് കേട്ട് ടെൻഷനോടെ അവർ ഇരിക്കുന്നു. കാരണം ഇത് ജയിൽ ചാടിയത് എന്തായാലും ജീവനാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന ജയിലിലല്ലേ ജീവൻ എന്ന് സുജാത പറയുന്നുണ്ട്. ഹരിസാറിന്റെയും നിത്യാമേടത്തിന്റെയും കല്യാണത്തിനെ പറ്റി ആ വീണ ജീവനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിവരം അവർ അറിഞ്ഞിട്ടുണ്ട്. ഇത് അവർ തന്നെയായിരിക്കുമെന്ന് ശരവണൻ. എങ്കിൽ സംശയമൊന്നും വേണ്ട, ജയിൽ ചാടിയിരിക്കുന്നത് ജീവൻ തന്നെയാണെന്ന് സുജാത. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും അവൻ ഇവിടെ എത്തും, സംശയിക്കുന്നതിൽ തെറ്റില്ല. പുറത്തുനിന്ന് കൃത്യമായ വിവരങ്ങൾ എത്തുന്നത് കൊണ്ട് അവൻ ഈ വിവാഹത്തിന്റെ വിവരങ്ങളും എത്തിക്കാണും. അപ്പോ ഈ വിവാഹം മുടക്കാൻ അവൻ കൃത്യമായി തന്നെ എത്തും. നിത്യയുടെ ജീവനാണല്ലോ അവന്റെ ടാർഗറ്റ്. എന്തായാലും തന്റെ കൂട്ടുകാരി ഇത് അയച്ചു തന്നത് നന്നായി, നമുക്ക് കരുതിയിരിക്കാമല്ലോ എന്ന് രഘു. കണ്ട രഘുവേട്ട, എല്ലാം സമാധാനമായി എന്ന് പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു നമ്മൾ. ആ ഉറക്കം കൂടി അവൻ കെടുത്തിയല്ലോ. എന്തിനായാലും നമ്മൾ തീരുമാനിച്ചതിന് യാതൊരു മാറ്റവും ഇല്ല. ഇനി ഈ കുടുംബത്തിലെ ഒരാളെ അവൻ ആക്രമിക്കാൻ വന്നാൽ പിന്നെ അവൻ ജീവനോട് ബാക്കി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഉറക്കമില്ല ശരവണ, ഈ രണ്ട് വീടുകൾക്കും നമ്മൾ കാവലുണ്ടാകും എന്ന് രഘു പറയുന്നു. സുജാത കിടന്നോളൂ, ഞങ്ങൾ പുറത്തുണ്ടാകും എന്ന് രഘു. എനിക്ക് ജീവനുള്ളപ്പോൾ നിത്യമോളെ അവൻ തൊടില്ല. സുജാതയോട് കിടക്കാൻ പറഞ്ഞെങ്കിലും സുജാതയ്ക്ക് എന്തായാലും ഇനി കിടക്കാൻ കഴിയില്ല. രഘുവും ശരവണനും
കരുതലോടെ തന്നെ ഇരിക്കുന്നു. തുടർന്ന് വീണയെ കാണിക്കുന്നുണ്ട്. വീണ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് ഒരു കോള് വരുന്നു. ഫോണിലൂടെ വീണ പറയുന്നുണ്ട്, എന്തായി, നമ്മൾക്ക് കരുതിയതുപോലെ എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ലേ? 9:30 മുഹൂർത്തം. ഈ വിവാഹം നമ്മൾ മുടക്കിയിരിക്കും. കൃത്യസമയത്ത് തന്നെ നമ്മൾ അമ്പലത്തിൽ പോവുകയും ചെയ്യും എന്നൊക്കെ വീണയും പറയുന്നു. തുടർന്ന് നേരം വെളുത്തിരിക്കുന്നു. വിവാഹ വസ്ത്രമിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നിത്യ. വളരെ മനോഹരമായി ഒരുങ്ങിയിരിക്കുന്നുണ്ട്. സുജാതയും അവിടേക്ക് വന്നു. ജീവൻ പുറത്തിറങ്ങിയ കാര്യം നിത്യ അറിഞ്ഞിട്ടില്ല. സാരി നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ വലിയ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. മോളുടെ അച്ഛന്റെയും എന്നൊക്കെ സുജാത. ശിവാനന്ദനും സുധിയും അവിടെ എത്തി. വണ്ടി ഇടയ്ക്കൊന്ന് പണി മുടക്കി. പിന്നെ മെക്കാനിക്കിനെ കണ്ട് വണ്ടി ശരിയാക്കിയപ്പോൾ താമസിച്ചു പോയി എന്നൊക്കെ ശിവാനന്ദൻ പറയുന്നു. അത് സാരമില്ല, നമുക്ക് ഇറങ്ങാൻ ഇനി ഒരുപാട് സമയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ രഘു പറയുന്നുണ്ട്. പൂ വാങ്ങിച്ചുകൊണ്ട് ശരവണൻ അവിടെ എത്തി. പൂ ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ ശരവണ എന്ന് നിത്യ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, മാരേജ് ഫംഗ്ഷൻ തന്നെയല്ലേ എന്നൊക്കെ ശരവണൻ പറയുന്നു. മോളെ നിത്യയെ ഞങ്ങൾ പോരുമ്പോ ചന്ദ്രിക ഒരുപാട് കരഞ്ഞു. ഒട്ടും വൈകാതെ നിങ്ങൾ രണ്ടുപേരും ചെറിയമ്മയെ കാണാനായിട്ട് ഒന്ന് വരണം. എന്നിട്ട് സുധി കൊണ്ടുവന്ന ആ സാധനം ആഭരണം കാണിക്കുന്നു. ഇത് നിത്യേച്ചിക്ക് വേണ്ടി അമ്മ തന്നയച്ചതാണെന്ന് പറഞ്ഞിട്ട് ആഭരണം കാണിക്കുന്നുണ്ട്. നിത്യ പറയുന്നു, ഇത് എന്താ, ഇത് എന്തിനാ ചെറിയച്ച ഇതൊക്കെ? സുജാത പറയുന്നു, ശിവാനന്ദ, നിത്യയ്ക്ക് അണിയാനുള്ള ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നാലും ഏട്ടന് ഒരു കടമയില്ലേ, അത് ഞാനല്ലേ ചെയ്യേണ്ടത്? മോളിത് കയ്യിലും കഴുത്തിലും ഒക്കെ ഒന്ന് ഇട്ടുകൊണ്ട് വന്നേ, ചെറിയച്ഛനെ ഒന്ന് കാണട്ടെ എന്ന് ശിവാനന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ സുജാത അവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് രഘു പറയുമ്പോൾ സുധി പറയുന്നുണ്ട്, നിത്യേച്ചിയുടെ വിവാഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കുറെ നാളുകളായി നിത്യേച്ചിയെ കാണാതെ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അപ്പോഴാണ് നിത്യേച്ചി ഞങ്ങൾക്ക് ഇത്രയും പ്രിയപ്പെട്ടവളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. മോളെ, എങ്കിൽ മോള് ചെന്ന് ഒരുങ്ങിക്കോ, എങ്കിൽ മോള് ചെല്ല്, എല്ലാവരും കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഹരിയെ കാണിക്കുന്നു. ഹരിയും ഇതുപോലെ വിവാഹ വസ്ത്രമിട്ട് ഒരുങ്ങുന്നു. കല്യാണി വന്നിട്ട്, അച്ഛാ ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. ഇങ്ങനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഈ മുടി എന്താ ഇങ്ങനെ ചീകി വെച്ചിരിക്കുന്നത്? ഈ ഷർട്ടിന്റെ കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ അച്ഛനൊന്നും അറിയില്ല. പാർട്ടിക്ക് പോകുന്നത് പോലെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നു. അമ്മാവനിപ്പോൾ ലുക്കിൽ അല്പം മാറിയിട്ടുണ്ട്. ആ കാവ്യ വസ്ത്രമൊക്കെ മാറ്റി ഒരു ഷർട്ടും മുണ്ടും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മുടിയൊക്കെ ഡൈ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. അമ്മാവനെ കാണാൻ അച്ഛനേക്കാൾ ഭംഗിയുണ്ടെന്ന് കല്യാണി പറയുന്നു. കണ്ടോ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് അമ്മാവനും. അപ്പൂപ്പ അച്ഛൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ, എന്തെങ്കിലും ഭംഗിയുണ്ടോ എന്ന് കല്യാണി. എന്തായാലും കഥകളിലെ കരിവേഷമൊന്നും ഇല്ലല്ലോ, ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു അച്ഛനെ നീ വേറെ കണ്ടുപിടിക്കേണ്ടി വരും എന്നൊക്കെ ഹരി കല്യാണിയോട് പറയുന്നു. അച്ഛൻ ആ മുടിയൊന്ന് മാറ്റിച്ചീവിയെ, എന്നിട്ട് ഷർട്ടിന്റെ കൈ ഒന്ന് നേരെയിട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്പ്രേ അന്വേഷിക്കുകയാണ്. ആ സമയം ആദിയും അവിടെ എത്തി. വളരെ സന്തോഷത്തോടെയാണ് ആദിയും അവിടെ ഓടിയെത്തിയത്. രണ്ടുപേരുടെയും വലിയ ആഗ്രഹമായിരുന്നല്ലോ നിത്യയുടെയും ഹരിയുടെയും വിവാഹം. ഈ കല്യാണി പറയുകയാണ്, ഹരിയങ്ങൾ ഒരുങ്ങിയത് ശരിയായിട്ടില്ലെന്ന്. അത് സത്യമാണെന്ന് അമ്മാവനും. രണ്ടുപേരും കൂടി ഹരിയങ്ങളിനെ ഒന്ന് ശരിയാക്കുക എന്ന് അമ്മാവൻ. എന്താ അമ്മാവായി പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഹരി. നീ അവർക്കൊന്ന് നിന്ന് കൊടുക്ക്, അങ്ങനെയെങ്കിലും നിന്റെ മുഖത്ത് ഒന്ന് വെട്ടോ വെളിച്ചം വരട്ടെ എന്നെ പോലെ എന്ന് അമ്മാവൻ. അങ്ങനെ ഇപ്പോൾ ഹരിയെ കല്യാണിയും ആദ്യം കൂടി ഒരുക്കുകയാണ്. ഇപ്പൊ സുന്ദരനായിട്ടുണ്ട്. ഇപ്പതേ കണ്ണാടിയിലൊന്ന് നോക്കിയേ, നമ്മുടെ നിത്യാമ്മയുടെ ചെറുക്കനായി എനിക്ക് കല്യാണി പറയുമ്പോൾ ഹരിയങ്കൾ ചുള്ളനല്ലേ എന്ന് പറഞ്ഞ് കവളിൽ പിടിക്കുകയാണ് ആദ്യ ഹരിയുടെ. ഇതിനൊക്കെ ഞാൻ പകരം വീടുന്നുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെയും കല്യാണം വരുമല്ലോ, അന്നാണ് എന്റെ പകരം വീട്ടലെന്ന് ഹരി. അന്ന് അച്ഛൻ പകരം വീട്ടിക്കോ, പക്ഷെ ഇന്ന് ഞാനും ആദ്യം പറയുന്നത് കേൾക്കണമെന്ന് കല്യാണി. ശരി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടി ഹരി എവിടെ നിന്ന് പോകുന്നു. ഈ സമയം നിത്യയെ സുജാത ഒന്നുകൂടി മനോഹരമായി ഒരുക്കുന്നുണ്ട്. ഈ സമയം സുജാതയുടെ മുഖത്ത് നോക്കുകയാണ് നിത്യ. കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ അമ്മ വലിയ ബഹളമായിരുന്നല്ലോ, പക്ഷേ ഇന്നിത് എന്ത് പറ്റിയെന്ന് നിത്യ ചോദിക്കുന്നു. അതാ ഞാൻ പറഞ്ഞതുപോലും അമ്മ കേൾക്കുന്നില്ല. അമ്മയ്ക്ക് എന്താണ് ഇത്ര ടെൻഷൻ എന്ന് നിത്യ. ടെൻഷനൊന്നും ഇല്ല മോളെ, സത്യമായിട്ടും ഒന്നുമില്ല എന്ന് സുജാത പറയുന്നു. ജീവൻ വന്നതിന്റെ ടെൻഷനിലാണ് സുജാത, പക്ഷെ അത് നിത്യ അറിയിക്കുന്നില്ല എന്ന് മാത്രം. കാരണം നിത്യയും കൂടി ടെൻഷൻ അടിക്കാതിരിക്കാൻ. ആ സമയത്ത് ജ്യോതി അവിടെ എത്തിയിട്ട് അമ്മയെ അന്വേഷിക്കുന്നു. അമ്മയെ വിളിക്കുന്നുണ്ട്. ജോലി വന്നെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കിയിട്ട് ദേ വരുന്നു എന്ന് പറഞ്ഞ് സുജാത പോകുന്നുണ്ട്. ഈ വിവാഹം മുടക്കാൻ വീണയ്ക്കും ജീവനും വ്യക്തമായ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റിസ്ക് എടുത്ത് ഈ കറക്റ്റ് സമയത്ത് തന്നെ ജീവൻ ജയിലിൽ ചാടിയിരിക്കുന്നത്. അത് ആദ്യമേ സുജാതയും രഘുവും ശരവണനും ഒക്കെ അറിഞ്ഞതുകൊണ്ട് അവർക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും നിത്യയും ഹരിയും ഇത് അറിയിക്കാതിരിക്കണം. കാരണം ഇതറിഞ്ഞാൽ അവരുടെ മുഖത്തും വല്ലാത്തൊരു ടെൻഷൻ തന്നെയായിരിക്കും. സന്തോഷത്തോടെ ഈ വിവാഹം നടക്കത്തുമില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.